ഹായ് കൂട്ടുകാരെ, പ്രഭാകരയുടെ കർക്കിടക കഞ്ഞിക്കൂട്ടാണെന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും ശരീരത്തിന്റെ ബലക്കുറവിനും വളരെ നല്ല ഒരു കർക്കിടക കഞ്ഞിക്കൂട്ട്. 7 മുതൽ 14 ദിവസം വരെ നമുക്കിത് കുടിക്കാം. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. പുത്തരിച്ചുണ്ട, പാൽമുതുക്ക്, ആവണക്ക്, തഴുതാമ, ശതാവരി, ഓരില, മൂവില, ഞെരിഞ്ഞിൽ, കുറുന്തോട്ടി, കൊടിത്തൂവ, വയൽച്ചുള്ളി, ഇരിപ്പക്കാതൽ, കമിഴ്, ഇരുവേലി, പതിമുഖം, താമരവളയം, ചിറ്റിന്തൽ, ഇരട്ടിമധുരം, നിലപ്പന, രാമച്ചം. പിന്നെ ഒരു ചൂർണമാണ്, അതിൽ പൊടിമരുന്ന്, അതായത് ജീരകം, ജാതിക്ക, ജാതിപത്രി, കരയാമ്പു, പെരിഞ്ജീരകം, വിഴാലരി, ഏലക്കായ, കൊത്തമ്പാലയരി, ചുക്ക്, അയമോദകം, അമുക്കുരം, വയമ്പ്, കക്കുംകായ, ഞവരേരി, ഉലുവ, അശാളി. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു കർക്കിടക കഞ്ഞിക്കൂട്ടിൽ അടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം നേരാം വണ്ണം അളവ് പ്രകാരമാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. പഥ്യം വേണം. ഇതിന് രുചിയല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഇതിൻ്റെ ഔഷധ ഗുണമാണ്. ചെറിയൊരു കയ്പൊക്കെ ഉണ്ട് ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ, ആശാളി ഉള്ളത് കൊണ്ട്. ആശാളിക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്കത് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. 7 മുതൽ 14 ദിവസം വരെ നമുക്ക് ഇത് കഞ്ഞിയാക്കി കുടിക്കണമെങ്കിൽ 7 ഭാഗങ്ങളാക്കി ഇതിനെ ഭാഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിനെ ഓരോന്നിനെയും 7 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി പൊതിഞ്ഞു വയ്ക്കും. എന്നിട്ട് 7 ദിവസമോ അല്ലെങ്കിൽ വേണ്ടെങ്കിൽ 14 ദിവസമോ കൊണ്ടിത് അടുപ്പിച്ച് കുടിച്ച് തീർക്കണം. അങ്ങനെയാണ് പതിവ്. അപ്പം ഇത് വലിയമ്മയൊക്കെ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാ കർക്കിടക മാസത്തിലും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ആരോഗ്യമൊക്കെ വളരെ നന്നായിട്ട് അവർ കൊണ്ടു നടക്കുന്നു. അപ്പം അത്രയും ഔഷധ ഗുണമാണ് ഈ കഞ്ഞിക്ക്. അപ്പം ഞാൻ ഇനി ഇതിനെ 7 തുല്യ ഭാഗങ്ങളാക്കി മാറ്റുന്നത് ഒരു വലിയ സ്പൂൺ വെച്ചിട്ടാണ്. 7 ഗ്ലാസ്സുകൾ നമുക്കതിന് ആവശ്യമാണ്. 7 ഗ്ലാസ്സുകളിലേക്ക് ഇത് പകർന്ന് 7 പൊതികളാക്കി ഓരോ കവറിലാക്കി എടുത്തു വെച്ചാൽ ഓരോ ദിവസവും ഉണ്ടാക്കാൻ പിന്നെ എളുപ്പമാണ്. ഇത് കൂടാതെ നമുക്ക് തേങ്ങാപ്പാലും ചെറിയ ഉള്ളിയും നെയ്യും ഉപ്പും ആവശ്യമാണ്. തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കുമ്പോൾ ആശാളിയുടെ കയ്പ് ഒന്നും കൂടി കുറഞ്ഞു കിട്ടും. അതുപോലെ ഉള്ളിയും നമുക്ക് നെയ്യിൽ വറുത്തിടണം. ഉപ്പും പാകത്തിന് ചേർക്കണം. ഇപ്പോൾ ഇതാ 7 ഗ്ലാസ്സുകളിലാക്കി ഞവരയരിയെ ഞാൻ ഓരോ പൊതിയാക്കി മാറ്റാൻ പോവുകയാണ്. ഒരു ദിവസത്തേക്ക് 2 വലിയ സ്പൂൺ അളവിൽ ഞവരയരി നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഓരോ പൊതിയാക്കി വെച്ച് ഞാനൊരു വലിയ സഞ്ചിയിൽ മാറ്റി വയ്ക്കും. ഉലുവയും ഇതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ ഉണ്ടായിരിക്കും. അതും ഇതുപോലെ ഗ്ലാസ്സുകളിൽ തുല്യമാക്കി ഓരോ പൊതിയാക്കി ഓരോ കവറിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. ഉലുവയ്ക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് ഉള്ളത്. ഇത് ആശാളിയാണ്. ആശാളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ആശാളി നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും നല്ലതാണ്. ഇത് ആ ഔഷധ കൂട്ടാണ്. ഇത് ഞാനിങ്ങനെ ഒരു പേപ്പറിൽ കൊട്ടി അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ തുല്യമാക്കി 7 ഗ്ലാസ്സുകളിലും നിറച്ചു. അതിനുശേഷം ബാക്കി വരുന്ന ഇതിൻ്റെ പൊടിയും തുല്യ അളവിൽ ഈ 7 പാത്രത്തിൽ നിറച്ച് ഓരോ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ട് കെട്ടി എടുത്തു വയ്ക്കും. അല്ലെങ്കിൽ അതിൻ്റെ മണം പോകും. ഇത്തരം ഔഷധ കൂട്ടുകളൊന്നും ഇപ്പോൾ തൊടിയിലില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങാടികളിൽ നിന്നും വാങ്ങുന്നത്, അല്ലെങ്കിൽ ആയുർവേദ കടകളിൽ നിന്നും വാങ്ങുന്നത്. ഇതിന് വല്ലാത്ത ഒരു മണമാണ്. നമുക്ക് ഔഷധങ്ങളുടെ ആ ഒരു ഗുണം ഇതിൻ്റെ മണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറിലാണ് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി എടുത്തു വയ്ക്കുന്നത്. ഓരോ ദിവസവും ഓരോ പൊതി എടുക്കാം. ഇതിനോടൊപ്പം കൊടുത്തിട്ടുള്ള ചൂർണവും ഇതുപോലെ തന്നെ ഓരോ ഗ്ലാസ്സിലാക്കി നമുക്ക് എടുത്തു വയ്ക്കാം. ജീരകവും ജാതിക്കയും ജാതിപത്രിയും ഒക്കെ അടങ്ങിയതാണത്.
പലവിധ ഔഷധങ്ങൾക്ക് പ്രതിവിധിയുമാണ്. ഇപ്പോൾ ഇത് 5 സാധനങ്ങൾ കൊണ്ടാണ് പ്രഭാകരയുടെ ഈ കർക്കിടക കഞ്ഞിക്കൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 5 സാധനത്തിനെയാണ് ഞാൻ 7 വീതം പൊതികളാക്കി മാറ്റിയത്. അതായത് ഇതാ പൊടി, ഉലുവ, ആശാളി, ഞവരയരി, ഔഷധക്കൂട്ട്. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് കഞ്ഞി തയ്യാറാക്കുക? ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞവരയരിയും ഉലുവയും ആശാളിയും വെള്ളത്തിലിട്ട് 2 മണിക്കൂർ നേരം കുതിർത്തെടുക്കാം. നമുക്ക് നല്ല പോലെ കുതിർന്ന് വരണം, അപ്പോഴേ ഇത് വേഗം വെന്ത് കിട്ടുകയുള്ളൂ. ആശാളിക്ക് നല്ല കയ്പുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇതിൽ ചേർക്കുന്നത്. കൂടാതെ ഉള്ളി നെയ്യിലും നന്നായിട്ട് മൂപ്പിച്ചിടുന്നതും. എത്ര ഉള്ളി കൂട്ടുന്നുവോ അത്രയും ശരീരത്തിന് ബലമാണ് നെയ്യിൽ മൂപ്പിച്ച് കൂട്ടുന്നത്. പക്ഷെ അമിത രക്തസമ്മർദ്ദമുള്ളവരൊക്കെ ഒന്ന് അത് ഒഴിവാക്കേണ്ടി വരും. ഉപ്പും ഒഴിവാക്കേണ്ടി വരും. ഇപ്പോൾ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1.5 ലിറ്റർ വെള്ളം. അതിലേക്ക് ആദ്യം ഈ ഔഷധക്കൂട്ടിട്ട് കൊടുക്കാം. 7 ആക്കി ഭാഗിച്ചതിൽ ഒരു ഭാഗം. ഇത് നല്ല പോലെ വെന്ത് 1.5 ലിറ്റർ വെള്ളം 1 ലിറ്ററായി മാറണം. അതുവരെ ഇത് തിളയ്ക്കണം. മൺചട്ടി തന്നെ ഇത് പാചകം ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം 10-15 മിനിറ്റോളം ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഈ വെള്ളത്തിലിട്ട് വെച്ച ഞവരയരിയെയും ഉലുവയെയും ആശാളിയെയും കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വെന്ത് കഞ്ഞിയാവുന്നത് വരെ നന്നായിട്ട് വെന്ത് വരണം. ആശാളിക്കൊരു വഴുവഴുപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ കയ്പ് നമുക്ക് ഔഷധ ഗുണമാണ്. ഈ കഞ്ഞിക്ക് വലിയ സ്വാദൊന്നുമില്ല, രുചിയൊന്നുമില്ല. ആദ്യം തന്നെ അത് പറയാമല്ലോ. കാരണം ഇത് ഔഷധക്കഞ്ഞിയാണ്. നമ്മൾ ഔഷധം മരുന്നായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, അല്ലാതെ രുചിക്ക് വേണ്ടിയല്ല. ഇപ്പോൾ ഇതാ അതിൻ്റെ ഈ ഒരു ഔഷധത്തിൻ്റെ നാരും കോലും എല്ലാം വെന്ത് വന്ന് അരിച്ച് മാറ്റിയ വെള്ളമാണിത്. 1.5 ലിറ്റർ വെള്ളം 1 ലിറ്ററായി മാറിയിട്ടുണ്ട്. നല്ല ചുവന്ന കളറാണ് ഇതിന്, കറുത്ത ചുവന്ന കളറ്. അതിലേക്ക് ഈ വെള്ളത്തിലിട്ട് വെച്ച ആശാളിയും ഞവരേരിയും ഉലുവയും ഇട്ട് കൊടുത്തു. ഇതൊരു 15 മിനിറ്റോളം കടന്ന് വേവണം. ഇത് വെന്ത് തുടങ്ങിയതാ, വെന്ത് കഴിഞ്ഞു. ഞാനിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി, ചൂടാറാത്തൊരു പാത്രത്തിലേക്ക്. നല്ലൊരു കളറായി വന്നിട്ടുണ്ട്, പക്ഷേ കയ്പുണ്ട്. ആ കയ്പാണ് നമ്മുടെ കൃമികീടങ്ങളെയൊക്കെ കളയുന്നത്. ഇനി തേങ്ങാപ്പാൽ ഇതാ ഒഴിച്ചു കൊടുത്തു. നല്ല കട്ടിയുള്ള പാലായിക്കോട്ടെ, ഒരു 3/4 മുറിയോളം. അതിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഈ ചൂർണമാണ്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഈ കഞ്ഞിയെ നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വെക്കണം. കർക്കിടക മാസത്തിലെ അസുഖങ്ങളൊന്നും ഇത് കുടിച്ചാൽ വരികയില്ല, അധികവും വരികയില്ല. പകർച്ചവ്യാധികളൊക്കെ വരാതിരിക്കാൻ പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന കഞ്ഞിയാണിത്. ഇന്ന് ആരും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാവരും രുചിയുടെ പിന്നാലെയാണ്. അതുകൊണ്ടാണ് അസുഖങ്ങളും കൂടുതൽ. ഇത് കണ്ണുമടച്ച് കുടിക്കണമെന്നാണ് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം ഇതിന് രുചി കുറവായതുകൊണ്ട്. കുട്ടികളൊന്നും ഇത് കുടിക്കില്ല. 7-8 വയസ്സ് മുതലുള്ള കുട്ടികൾ കുടിക്കുന്നത് നല്ലതാണെന്ന് ആയുർവേദ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കഞ്ഞി റെഡി ആയിട്ടുണ്ട്. 2-3 നേരമായിട്ട് കുടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് നേരം ഇത് ഇരിക്കില്ല, തേങ്ങാപ്പാലിൽ ചേർത്തത് കൊണ്ട്. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്തവർക്ക് ഇത് നന്നായിട്ട് ഉപയോഗിക്കാം. അല്ലാത്തവർ അതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. മരുന്നുകളെല്ലാം നല്ലതാണ്, അതിൽ ചേർക്കുന്ന നെയ്യും ഉപ്പും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി ഞാൻ നെയ്യിൽ ഇതാ വറുത്ത് കൊട്ടിയിട്ടുണ്ട്. നല്ല ഒരു മണമുണ്ട്. ഞാനിത് കുടിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. ചെറിയൊരു കയ്പുള്ളത് കൊണ്ട് വലിയ ഇഷ്ടമൊന്നും ഇല്ല, എങ്കിലും ശരീരത്തിന് നല്ലതല്ലേ എന്ന് വെച്ച്
ഞാനിത് കുടിക്കുന്നു. ഒരാഴ്ച കുടിക്കാൻ വയ്യാത്തവർ 2 ആഴ്ചയാക്കി കുടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ പ്രഭാകരയുടെ ഈ ഒരു ഔഷധ കഞ്ഞിക്കൂട്ട് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുവിൻ.